ചാളമുട്ട പ്രേമികളൊക്കെ വന്നോളി. എനിക്ക് നല്ല അടിപൊളി ചാളയും ചാളമുട്ടയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നാട്ടിലെ കുഞ്ഞി ചാള കൂട്ടി കൂട്ടി കുഞ്ഞി ചാള എന്താ വലുതാകത്തതെന്ന് ചോദിച്ചിരുന്നു ഞാൻ തേറിയ അതിൽ വന്നപ്പോഴത്തേക്കുവേ നല്ല പച്ച പെടപെടക്കണ വലിയ മത്തിയും മത്തിയുടെ മുട്ടയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഉപ്പൊന്നുമില്ലാത്ത മത്തിയാണ് കേട്ടോ കിട്ടിയത്. അപ്പം ഞാൻ അതിൽ നിന്നൊരു 4 മത്തി എടുത്തിട്ട് അതിൻ്റെ മുട്ടയൊക്കെ അകത്ത് വെച്ചിട്ട് ഇതുപോലെ ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും നാരങ്ങാനീരും വെളിച്ചെണ്ണയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മത്തിപ്പലഞ്ഞീൻ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് അധികം ഉണ്ടായിരുന്നു. അതൊന്ന് വൃത്തിയാക്കി എടുക്കാൻ ഞാൻ കുറച്ച് പാടുപെട്ട്, എന്നാലും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കറുപ്പൊന്നും കളയാതെയാണ് അവർ തന്നത്. ആ കടയിൽ നിന്ന് തന്നെ 10 റിയാൽ കൊടുത്ത് വാങ്ങിച്ചതാണ് കേട്ടോ. ഇനി അതൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് ഉപ്പ് മഞ്ഞപ്പൊടി കുരുമുളക് പൊടി കുറച്ച് നാരങ്ങാനീരും വെളിച്ചെണ്ണയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ മത്തി കുറച്ച് വെളിച്ചെണ്ണയിൽ കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് കോരി മാറ്റാം. എന്നിട്ട് വീണ്ടും അതേ വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ ഞാൻ മത്തിപ്പലഞ്ഞീനും പൊരിച്ചെടുത്തത്. അപ്പം നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ആ മത്തി മുട്ടയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ട് നല്ലതാണ് കേട്ടോ. ഞാൻ ബോംബെയിലുണ്ടായിരുന്ന സമയത്ത് അവിടെ ഒരു ജമ്മാണ്ടി ഉണ്ടായിരുന്നു. ജമ്മാണ്ടി ഇതുപോലെ മത്തിയുടെ ഉള്ളിൽ തന്നെ മത്തിയുടെ മുട്ട വെച്ചിട്ട് മാങ്ങയൊക്കെ ഇട്ട് കറി വയ്ക്കുകയും പൊരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ ആൻറ്റീന് ഓർമ്മ വന്നു എനിക്ക് ഈ സമയത്ത്. അപ്പോൾ ഞാൻ ഓർത്ത് അങ്ങനെ തന്നെ ചെയ്യാമെന്ന്. അപ്പോൾ ദേ നമ്മുടെ മത്തി ഫ്രൈയും മത്തിപ്പലഞ്ഞിയും ഫ്രൈ ഒക്കെ ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുന്നതിനോടൊപ്പം ഫോളോ ചെയ്യാനും മറക്കരുത്.